ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെയർ ഫോളിനെ പറ്റിയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം, അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നിവയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പേഷ്യൻസ് വരുന്നത് ഹെയർ ഫോൾ എന്ന് പറയുന്ന പേഷ്യൻസിലെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് കാണാറുണ്ട്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് നമുക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ ടോണിക്കുകളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് രാവിലെ നമുക്കത് പിഴിഞ്ഞ് പൂർണ്ണമായിട്ട് അതും കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഈ റെഡ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതിൽ നമുക്ക് മാതള നാരങ്ങ, ആപ്പിൾസ്, ഇങ്ങനത്തെ എല്ലാത്തരം ഫ്രൂട്ട്സും ഇതിന് വേണ്ടിയിട്ട് ബ്ലഡ് കൂടുന്നതിനായിട്ട് നല്ലതാണ്. ബ്ലഡ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ ഹീമോഗ്ലോബിനാണ് നമുക്ക് കൂടേണ്ടത്. HP-യുടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചൽ ഒരു പരിധി വരെ ഒഴിവാക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: മുടി നമ്മുടെ റൂട്ടിൽ നിന്നാണ് അത് പൊഴിഞ്ഞു പോകുന്നത്, അല്ലാതെ എന്താ പറയുക പൊട്ടി പോവുക അല്ല. റൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ മുടി ചീവുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് നമുക്ക് ഉറപ്പാണ്, അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കൺതടങ്ങളിലെ വളർച്ചയോ അല്ലെങ്കിൽ നഖത്തിലെ വളർച്ചയോ ഒക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഈ എന്താ പറയുക, ഈ ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ ഡേറ്റ്സ് നല്ലതാണ്, പിന്നെ ശർക്കര അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ബ്ലഡ് കൂടുന്നതിന് വേണ്ടി കഴിച്ചാൽ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ HP കൊണ്ടുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അത് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. വൈറ്റമിൻ ഡി ടെസ്റ്റ് എടുക്കുക. അതിൻ്റെ ആവശ്യത്തിനുള്ള ഇൻസഫിഷ്യൻസി ആണ് നമുക്ക് കാണിക്കുന്നതെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. രാവിലെ ഒരു 11 മണി വരെയുള്ള വെയിൽ നമുക്ക് കൊള്ളാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 മണി കഴിഞ്ഞിട്ടുള്ള വെയിൽ നമുക്ക് ആവശ്യത്തിന് കൊള്ളാം. ഇതെല്ലാം ചെയ്തിട്ടും മുടി കൊഴിയുന്നുണ്ട്, വൈറ്റമിൻ ഡി ശരിയാവുന്നില്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അതായത് കാൽഷ്യം കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ലേ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. പിന്നെ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് omega-3 ഫാറ്റി ആസിഡ്, അതായത് കോഡ് ലിവർ ഓയിൽ, ഫിഷ് ലിവർ ഓയിൽ എന്നൊക്കെ പറയുന്ന ആ ടാബ്ലറ്റുകൾ കഴിക്കാം. വൈറ്റമിൻ D3യുടെ തന്നെ സപ്ലിമെന്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം 60,000 യൂണിറ്റിന്റെ നമുക്ക് അഡൽട്ട് ഡോസ് പോലെ ഉണ്ട്. അങ്ങനെ നമുക്ക് വൈറ്റമിൻ D3 ടാബ്ലറ്റ്സ് കഴിക്കാം. ഇനിയിപ്പം ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് പാലിൽ ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ ഫ്രൂട്ട്സിൽ ഒരുപാടുണ്ട്. പിന്നെ പാല്, അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തരം ഫിഷും മീറ്റും, ഏറ്റവും കൂടുതൽ ഫിഷിലാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ ഇത് അടങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സപ്ലിമെന്റ്സിലോട്ട് ചിന്തിക്കുക. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ മുടി കൊഴിച്ചിൽ ആ ഒരു പ്രശ്നവും നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാം. പിന്നെ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന എന്താണെന്ന് വെച്ചാൽ മുടി വെറ്റ് ഹെയർ, അതായത് നനഞ്ഞിരിക്കുന്ന മുടിയെ പറ്റിയിട്ട് കുട്ടികൾക്കൊരു ധാരണ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടും ഒരുപാട് മുടി കൊഴിച്ചിലായി മാറുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതായത് ഇപ്പം നനഞ്ഞ മുടി നമ്മൾ ചീവാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ കോമ്പാണെങ്കിൽ ഏറ്റവും ലൂസായിട്ടുള്ള നല്ല ഗ്യാപ്പുള്ള കോമ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിലെ കെട്ട് തീർക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നനഞ്ഞ മുടി ചീവാതെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ എന്താ പറയുന്നത് മുടി ചീവി കെട്ടാം. പിന്നെ ഉള്ളത് നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള ക്ലോത്ത്സ് വെച്ചിട്ട്, അതായത് നമ്മുടെ തോർത്ത് നല്ല ഹാർഡായിട്ടുള്ള തോർത്തുകൾ ഉപയോഗിക്കാതിരിക്കുക. അത് വെച്ച് തുടയ്ക്കുമ്പോൾ മുടി ഡ്രൈ ആവാനും അതേപോലെ തന്നെ ഫ്രിസി ആവാനും, അതായത് അത് ഡ്രൈനെസ്സും കൂടിയിട്ട് ചിലപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് മാത്രം തോർത്തിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുക. പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് മാത്രമല്ല, രാത്രി കിടക്കുന്നതിന് മുൻപ് മുടി ലൂസായിട്ട് കെട്ടിവെക്കുക. നീളമുള്ള മുടികളാണെങ്കിൽ മുടി ലൂസായിട്ട്, ടൈറ്റ് ചെയ്ത് കെട്ടരുത്, ലൂസായിട്ട് കെട്ടിവെക്കുക. ഇനിയിപ്പം തീരെ ചെറിയ മുടിയാണെങ്കിൽ നമുക്ക് വിടർത്തി തന്നെ ഇടാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ചീവുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിയുന്നതായിട്ട് പേഷ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുടി ലൂസായിട്ട് കെട്ടിവെക്കുക എന്ന് പറയുന്നത്. ടൈറ്റായിട്ട് കെട്ടരുത്.
അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നല്ല ക്ലോറിനുള്ള വെള്ളമാണെന്ന് വിചാരിക്കുക. ഇപ്പം ഒരുപാട് പേര് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ക്ലോറിൻ വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അന്ന് ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. ഒരു 24 hours കഴിയുമ്പോഴേക്കും ഈ ക്ലോറിൻ എല്ലാം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പത പോലെ, അതായത് പത പോലെ വന്നിട്ട് അത് ആവിയായി പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ക്ലോറിൻ കുറച്ചെങ്കിലും, അതിൽ ഫുള്ള് മാറ്റാൻ പറ്റില്ല, ക്ലോറിൻ മുകളിലൂടെ ആവിയായിട്ടും പോകും. പിന്നെ അഴുക്കുകളുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം പിന്നീട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും അധികം മുടി കൊഴിച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹോസ്റ്റൽ കുട്ടികളാണ് ഏറ്റവും അധികം മുടി കൊഴിച്ചിൽ പറയുന്നത്. അവർക്ക് ബാക്കി ഈ ബ്ലഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒന്നും പ്രശ്നം അല്ലാതെ, അതായത് അതും കറക്റ്റ് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ക്ലോറിൻ വെള്ളമായിരിക്കും കാരണം. അപ്പോൾ ആ ക്ലോറിൻ വെള്ളം ഇങ്ങനെ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ തല മാത്രം മീൻസ് ഹെയർ മാത്രം ബാത്ത് ചെയ്യുന്നത് അടുത്ത ദിവസം ചെയ്യുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ബെറ്റർ ആവും. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ മുടി കഴുകിയാൽ മതിയാവും. കാരണം മുടിക്ക് അതിൻ്റെതായ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഓയിലി നേച്ചർ ഉണ്ട്. പക്ഷെ അതേസമയം ഓയിലി ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഓയിലി മുടിയുമാണ്, പിന്നെ അതേപോലെ നമ്മുടെ മുടിയുടെ ഉള്ളിലും മുഖക്കുരു ഒക്കെ വരുന്ന പോലെ തന്നെ സെബം ക്രിയേഷൻ ഉണ്ട്. അപ്പം ആ സെബം സെക്രീഷനും അല്ലെങ്കിൽ ചിലർക്ക് ഓയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കാൽപ്പുകളുണ്ട്. നമ്മുടെ തലയോട്ടിയിൽ തന്നെ നല്ല ഓയിലി സ്കാൽപ്പുകളുണ്ട്. അങ്ങനത്തെ കേസസ് ആണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതൊരു കൺഫ്യൂഷൻ എല്ലാവരുടെയും നിലനിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് മുടി കുളിക്കുന്നതാണോ അല്ലെങ്കിൽ അടുപ്പിച്ച് കുളിക്കുന്നതാണോ നല്ലത്? അത് ഓരോ ഹെയറിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത്. മുടി കൊഴിച്ചിലില്ലെങ്കിൽ നമുക്ക് സാധാരണ മുടിയിൽ ആവശ്യത്തിനുള്ള എണ്ണമെഴുക്കുണ്ടെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര എണ്ണമെഴുക്കുള്ള മുടിയാണെങ്കിൽ അത് ഒരുപാട് ഡസ്റ്റ് ഒട്ടി നിൽക്കാനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മുടി ഇങ്ങനെ സ്റ്റിക്കി ആവാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ഡെയിലി മുടി കുളിക്കുന്നതാണ് നല്ലത്. ഇനി എന്ത് ഷാമ്പു വെച്ച് നമുക്ക് കുളിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാമെന്ന് നോക്കാം. അതിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സാധാരണ നമ്മൾ ഡെയിലി പുറത്തു പോയി വന്ന് വർക്കിംഗ് പീപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഡെയിലി മുടി കുളിക്കുന്നത് തന്നെയാണ് നല്ലത്. റെഗുലർ ഷാമ്പു വെക്കുക. റെഗുലർ ഷാമ്പു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കണ്ടീഷണറും കൂടി ഉണ്ടാവും. കണ്ടീഷണറും കൂടി ഉള്ള ഷാമ്പുകളുണ്ട്, ഭയങ്കര അത്ര മൈൽഡ് ഷാമ്പുകൾ. അങ്ങനത്തെ ഷാമ്പൂസ് ഉപയോഗിക്കുക. അപ്പം ഡെയിലി കുളിക്കുമ്പോൾ എണ്ണ തേക്കണമെന്നില്ല. എണ്ണ തേക്കുന്ന ദിവസം മുടി നല്ലപോലെ കോംബ് ചെയ്തതിന് ശേഷം നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നിന്നിട്ട് മുടി ഷാമ്പു വെച്ച് കഴുകിക്കളയുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എണ്ണ അതിലിരുന്നാലും ഈ ഡസ്റ്റ് എല്ലാം വലിച്ചെടുത്തിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വെറ്റ് ഹെയർ ചെയ്യാതിരിക്കുക. അതേപോലെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്ക് വലിയ നോർമൽ ഹെയർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസത്തിൽ നമ്മൾ ഇത് ചെയ്താൽ മതിയാവും. ഓയിലി ഹെയർ ആണെങ്കിൽ നിർബന്ധമായും എല്ലാ ദിവസവും കുളിക്കുക. അല്ലെങ്കിൽ ഉഷ്ണിക്കുന്ന മുടിയായാലും ഇപ്പം നല്ലപോലെ വേർക്കുന്ന ടൈപ്പ് സ്കാൽപ്പുകളാണെങ്കിൽ എന്തായാലും കുളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഡ്രൈ ഹെയറിലും പക്ഷേ വേറൊരു പ്രോബ്ലം ഉണ്ട്. കുറേ ദിവസം നമ്മൾ മുടി നനയ്ക്കാതെ ഇരുന്നാൽ, അതായത് കുളിക്കാതെ ഇരുന്നാൽ മുടി താരൻ വരാനുള്ള സാധ്യതയുണ്ട്. ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് പ്രോബ്ലം. നമുക്ക് ഡാൻഡ്രഫ് വന്നാൽ ഇതിങ്ങനെ പറ്റിയിരിക്കും. പിന്നീട് നമ്മൾ മുടി ചീവി അത് കളഞ്ഞിട്ട് വേണം എണ്ണയിട്ടിട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് മുടി കുളിക്കാൻ. പിന്നെ സാധാരണയായി മുടി വളരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒരുപാട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് പലതരം എന്താ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ താരം പോകാനാണെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് തേച്ച് പിടിപ്പിച്ചിട്ട് തല കഴുകുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അലോവെറ, അതായത് കറ്റാർ വാഴ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകുന്നവരുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം മുക്കുന്ന സമയത്ത് അതിലോട്ട് ഉലുവ ചേർത്തിട്ട് ഒരു ദിവസം വെച്ച് അടുത്ത ദിവസം അരച്ച് തലയിൽ പുരട്ടി കുളിക്കുന്നവരുണ്ട്. അങ്ങനെ കടലമാവ് തേക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീർക്കെട്ടുള്ളവർക്ക് ശരീരത്തിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു, തുമ്മൽ വരുന്നു, നീർക്കെട്ട് വരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണകളാണെങ്കിലും എല്ലാ എണ്ണകളും നല്ലത് തന്നെയാണ്, ഇല്ല എന്നല്ല. പക്ഷെ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനത്തെ എണ്ണകൾ നമ്മൾ അത് വാങ്ങി തന്നെ തേക്കേണ്ടി വരും. ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുടി കൊഴിയാനുള്ള ഒരു ടെൻഡൻസി എല്ലാ പേഷ്യൻസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണകളിൽ അത്ര ഇത് വെക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന സാധാരണ കോക്കനട്ട് ഓയിലോ
അങ്ങനത്തെയൊക്കെ എണ്ണ തന്നെ തേച്ചാൽ മതി. പക്ഷെ തേക്കുന്നതിന് മുൻപ് മുടി എപ്പോഴും താരനാണെങ്കിലും അതേപോലെ ഡസ്റ്റ് ആണെങ്കിലും നീളമുള്ള മുടിക്ക് പ്രത്യേകിച്ച് ഏത് തരം ടൈപ്പ് ആണെങ്കിലും ഒന്ന് മുടി ചീവിയതിന് ശേഷം നമ്മൾ മുടിയിൽ ഈ എണ്ണകൾ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷനും കൂടും. അതായത് സ്കാൽപ്പിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് മുടി ചീവുന്നത് നല്ലതാണ്. പക്ഷെ അതേസമയം എന്താ പറയുക, കെട്ടുപിടിക്കാതെ മുടി ചീവിയതിന് ശേഷം വേണം എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാനായിട്ട്. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ പ്രോട്ടീൻ ഷാംപൂസും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒട്ടും എണ്ണയില്ലെങ്കിൽ പ്രോട്ടീൻ ഷാംപൂ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടീഷണേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ അത്രയും പ്രശ്നമില്ല. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും മുടിയിൽ തേക്കുന്നതിനോ അല്ലെങ്കിൽ താളി ഉണ്ടാക്കി തേക്കുന്നതോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ താളിയുടെ പൊടി ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ എങ്കിലും ചിലവർക്ക് ഇതെല്ലാം വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം വരും. ജലദോഷം വന്നാലും നീർക്കെട്ട് വന്നാലും ശരീരത്തിൽ മുടി കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കാണിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങനെ പ്രശ്നമുള്ളവർ ഇത്രയും തണുത്ത എണ്ണകൾ, മിക്കവാറും എല്ലാ എണ്ണകളും നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പുള്ള എണ്ണകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ അലോവറ, അതായത് നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് ആക്കിയിട്ട് കുറച്ച് അതിൻ്റെ പൾപ്പും പിന്നെ സാധാരണ നമ്മുടെ വെള്ളം, അത് ഉപ്പിട്ടോ മധുരട്ടോ അതെങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നും നമ്മുടെ എല്ലാ ബോഡി മൊത്തം ഒരു ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയാതിരിക്കുന്നതിനും ഒക്കെ അത് നല്ലതാണ്. അപ്പം അങ്ങനെ കുടിക്കുവാണെങ്കിൽ ഈ ഒരു നീർക്കെട്ട് വരുന്ന പ്രശ്നം അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് താരൻ മാക്സിമം ഒഴിവാക്കുക. താരൻ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മുടെ മുടി സംരക്ഷിക്കുന്നതിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ലോറിനുള്ള വെള്ളമാണെങ്കിലും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധ അതിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രധാന കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ്. നമുക്ക് ഭയങ്കര ടെൻഷനുള്ള, അത് ജോബായിക്കോട്ടെ, പഠിത്തമായിക്കോട്ടെ, പരീക്ഷ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോർട്ടിസോൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനും ആ കോർട്ടിസോൾ കാരണം നമ്മുടെ മുടിയുടെ ഹെയർ ഫോളിക്കിൾ നിന്നാണ് നമ്മുടെ മുടി വളരുന്നത്. ആ ഹെയർ ഫോളിക്കിൾ ഒന്നില്ലെങ്കിൽ തീരെ കുറയും, അതായത് അതിൻ്റെ പ്രവർത്തനം കുറയും, അതായത് അത് സ്റ്റക്കായി പോകും. ആ മുടി വളരുന്നതിനുള്ള അത് സ്ലോ ആവും, അല്ലെങ്കിൽ തീരെ തന്നെ സ്റ്റോപ്പ് ആവും. പല പേഷ്യൻസും എന്നോട് പറയാറുണ്ട്, മുടി വെട്ടാനൊന്നും പറ്റില്ല ഡോക്ടറെ, വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുടി വളരത്തില്ല. അതിൻ്റെ കാരണം ഹെയർ ഫോളിക്കിൾ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ, നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മുടി നമുക്ക് നീളം വെക്കുന്ന മുടിയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും നീളം വെച്ച് വരുന്ന മുടിയാണെങ്കിൽ അടിഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ ഒരു പ്രാവശ്യം, അത് കൂടുതൽ വെട്ടണ്ട, കുറച്ച് വെട്ടിയാൽ മതി. നീളം വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒക്കെ കുറച്ച് വെട്ടി കൊടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സും അതേപോലെ തന്നെ മുടിയുടെ അറ്റം എല്ലാ പ്രാവശ്യം കുറച്ച്, ഇപ്പം നമുക്ക് തന്നെ വേണമെങ്കിൽ വെട്ടാവുന്നതേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുകയാണെങ്കിൽ അതും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് കൂടാണ്ട് അസുഖങ്ങളായിട്ട് ഇപ്പൊ തൈറോയിഡിന്റെ പ്രവർത്തനത്തിന്റെ തെറ്റുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും മുടി കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ക്ഷീണവും അതേപോലെ തന്നെ മുടി തിന്നാവുകയാണ് ചെയ്യുക. ഇങ്ങനത്തെ കേസസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മുടിയുടെയും ഇഴ തിന്നാവുന്നു, അങ്ങനെ മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കാണാറ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസസ് ആണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും വേണം. പിന്നെ ഇതല്ലാതെ തന്നെ പല ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സും അതേപോലെ സോറിയാസിസ്, എക്സീമ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലും മുടി വട്ടത്തിൽ പൊഴിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഡോക്ടറിൻ്റെ സഹായം തേടി അതിനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ മുടി കൊഴിച്ചിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പല തരത്തിലുള്ള മുടി കൊഴിച്ചിലുണ്ട്. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ സഹായം തേടുക. ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.